ഇസ്രയേലിന് നേരെ ഇറാൻ ഒരു മുൻകൂർ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. ഇസ്രായേലിനകത്തുള്ള എല്ലാ സംവിധാനങ്ങളോടും പൂർണ്ണ ജാഗ്രത പുലർത്താൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തുന്നതുവരെ കാത്തു നിൽക്കുന്നത് ശരിയല്ല. കാരണം ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇറാന്റെ ഏതെങ്കിലും നേതാക്കളെ വധിക്കാനുള്ള സാഹചര്യം ഒത്തുവരുമ്പോഴായിരിക്കും ആ യുദ്ധം ആരംഭിക്കുക. അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ഇറാന് മുന്നിൽ വരുന്നത്. എന്തായാലും നാളെ ഡിസംബർ 6-ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേന സുപ്രധാനമായ ഇഖ്തിദാറെ ബഹരിയ എന്ന പേരിൽ നാവികാഭ്യാസം നടത്താൻ പോവുകയാണ്. ഈ അഭ്യാസങ്ങൾ പേർഷ്യൻ ഗൾഫ്, ഹുർമുസ് കടലിടുക്ക്, ഒമാൻ കടൽ, അതുപോലെ ഇറാനിയൻ നിയന്ത്രണത്തിലുള്ള 3 ദ്വീപുകൾ, അതായത് അബു മൂസ, ഗ്രേറ്റർ തൊമ്പ്, അതുപോലെ ലേസർ തൊമ്പ് എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ ജലാശയങ്ങളിലാണ് ഈ സൈനികാഭ്യാസം നടക്കുക. ഈ നീക്കം മേഖലയിലെ സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇറാന്റെ പ്രതിരോധ ശേഷി പ്രകടമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളും അതീവ ജാഗ്രതയിലാണ് എന്നാണ്. ഇറാന്റെ പ്രതികാര പദ്ധതി ആരംഭിച്ചു എന്ന ഭയം ഇസ്രായേലിന്റെ സൈനിക രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിലനിൽക്കുകയാണ്. ഇറാനെതിരെ ഇസ്രായേലിന് 12 ദിവസത്തെ യുദ്ധത്തിൽ പോലും 13-ാം ദിവസം എത്താൻ കഴിഞ്ഞില്ലെന്നും, അതായത് 13-ാമത്തെ ദിവസത്തേക്ക് കടക്കുകയായിരുന്നുവെങ്കിൽ ഇസ്രായേലിന് എല്ലാം നഷ്ടമാകുമായിരുന്നു എന്ന രീതിയിലാണ് ഇറാൻ ഇതിനെ അവകാശപ്പെടുന്നത്. ടെഹ്റാനുമായുള്ള ഏതൊരു പുതിയ ഏറ്റുമുട്ടലുകളും കൈകാര്യം ചെയ്യാൻ തങ്ങളുടെ സുരക്ഷാ സംവിധാനം പൂർണ്ണ സജ്ജമല്ലെന്നാണ് ഇസ്രായേലിന്റെ ഇപ്പോഴുള്ള ആശങ്ക. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഏഷ്യൻ പാർലമെന്ററി അസംബ്ലി ഒരു സുപ്രധാനമായ പ്രമേയം ഇപ്പോൾ പാസാക്കിയിരിക്കുകയാണ്. മഷദിൽ നടന്ന APAയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോർ പൊളിറ്റിക്കൽ അഫയേഴ്സ്, ഫലസ്തീൻ കമ്മിറ്റി എന്നിവയുടെ യോഗങ്ങളിലാണ് ഈ തീരുമാനമുണ്ടായത്. 15 രാജ്യങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരായ സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെയും അമേരിക്കയുടെയും സൈനികാക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം അംഗീകരിക്കുകയും പാസാക്കുകയും ചെയ്തു. ഈ പ്രമേയം ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നുണ്ട്. ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഇറാന്റെ ഷൂറ കൗൺസിൽ സ്പീക്കർ മുഹമ്മദ് ബഗാർ ഖാലിബാഫ് രംഗത്തെത്തി. നയതന്ത്ര ചർച്ചകൾ വളരെയധികം ഊർജിതമായ ഒരു സമയത്താണ് ഇറാനോട് ഈ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ ചില യൂറോപ്യൻ ഗവൺമെന്റുകൾ ഈ ആക്രമണത്തെ അപലപിക്കുന്നതിന് പകരം ആക്രമകാരികളെ പിന്തുണക്കുന്ന നിലപാടെടുത്തു എന്നും ഖാലിബാഫ് കുറ്റപ്പെടുത്തി. ചർച്ചകളെ സമ്മർദ്ദത്തിനുള്ള ഉപകരണമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പേർഷ്യൻ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ PGCC പ്രസ്താവനയിൽ ഇറാനിയൻ 3 ദ്വീപുകൾ സംബന്ധിച്ച വ്യാജ അവകാശവാദങ്ങൾ ആവർത്തിച്ചതിന് ഇറാൻ ശക്തമായി എതിർത്തു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി ഈ വിഷയത്തിൽ UAEയുടെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് ആവർത്തിക്കുകയായിരുന്നു. റവല്യൂഷണറി ഗാർഡ് ലീഡറുടെ അന്താരാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് പ്രഖ്യാപിച്ചതുപോലെ അബു മൂസ, ഗ്രേറ്റർ തുമ്പ്, ലേസർ തുമ്പ് ദ്വീപുകളും ആർഎസ് എണ്ണപ്പാടവും ഇറാന്റെ അവിഭാജ്യ ചരിത്രപരമായ പ്രദേശങ്ങളാണ്. മറ്റേതൊരു അവകാശവാദത്തിനും നിയമപരമായ സാധുതയില്ല. ഈ സംഭവ വികാസങ്ങൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ സൈനിക അന്തരീക്ഷം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്.